ഒന്ന് കൊരിന്ത്യർ ലേഖനം 10 അധ്യായം 26 വാക്യം. ഭൂമിയും അതിന്റെ പൂർണ്ണതയും കർത്താവിനുള്ളതല്ലോ. ഈ ലോകവും അതിലുള്ള സകല വസ്തുക്കളും ആഹാരം ഉൾപ്പെടെ ദൈവത്തിന്റെ സ്വന്തമാണ്. അന്യദൈവങ്ങൾക്കോ വിഗ്രഹങ്ങൾക്കോ ഭൂമിയിലെ യാതൊന്നിന്റെ മേലും യഥാർത്ഥ ഉടമസ്ഥാവകാശം ഇല്ല. ദൈവം സൃഷ്ടിച്ച സകലതും വിശുദ്ധവും നല്ലതുമായതുകൊണ്ട് അവ അനാവശ്യ ഭയമില്ലാതെ ദൈവനാമത്തിൽ സ്വീകരിക്കാം എന്നതാണ് ഈ വാക്യത്തിന്റെ കാതലായ അർത്ഥം. വിശുദ്ധ പൗലോസ് ഇവിടെ അക്ഷരം പ്രതി ഉദ്ധരിക്കുന്നത് പഴയ നിയമത്തിലെ പ്രശസ്തമായ ദൈവവചനമാണ്. 24 സങ്കീർത്തനം 1 വാക്യത്തിൽ ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് കാണുന്നു. 50 സങ്കീർത്തനം 10 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ ദൈവം താൻ കാട്ടിലെ മൃഗങ്ങളുടെയും 1000 മലകളിലെ കന്നുകാലികളുടെയും ഉടമസ്ഥനാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. പ്രപഞ്ചത്തിലെ സകല ആഹാര പദാർത്ഥങ്ങളുടെയും യഥാർത്ഥ ഉടമസ്ഥൻ യഹോവ മാത്രമാണ് എന്ന സത്യമാണ് ഈ വാക്യങ്ങളിലൂടെ വിളിച്ചു പറയുന്നത്. കർത്താവായ യേശു മത്തായി സുവിശേഷം 11 അധ്യായം 25 വാക്യത്തിൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉടമസ്ഥൻ പിതാവായ ദൈവം ആണ് എന്ന്, ആകാശവും ഭൂമിയും ഉളവാക്കിയ പിതാവായ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശു സാക്ഷ്യപ്പെടുത്തി. മത്തായി സുവിശേഷം 15 അധ്യായം 11 വാക്യത്തിൽ വായ്ക്കകത്ത് ചെല്ലുന്നത് ഒന്നും മനുഷ്യനെ അശുദ്ധമാക്കുകയില്ല എന്ന് പഠിപ്പിച്ച യേശു ദൈവത്തിന്റെ സൃഷ്ടിയായ ആഹാരം സ്വയം അശുദ്ധമാകുന്നില്ല എന്ന് വ്യക്തമാക്കി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ പൗലോസ് ഈ വാക്യം ഇവിടെ ഇപ്രകാരം ഉദ്ധരിക്കുവാൻ കാരണം എന്താണ്? കൊരിന്തിലെ അങ്ങാടികളിൽ വിറ്റിരുന്ന മാംസം വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതാണോ എന്ന് ഭയന്ന് വിശ്വാസികൾ മനസാക്ഷിയിൽ ഉഴറിയിരുന്നു. വിശുദ്ധ പൗലോസ് സങ്കീർത്തനം 24 വാക്യം ഉദ്ധരിച്ച് അവരോട് പറയുന്നു, വിഗ്രഹം ഒന്നുമല്ല, ആ മാംസം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഭൂമിയും അതിന്റെ പൂർണ്ണതയും കർത്താവിനുള്ളതാണ്. അതിനാൽ പിശാചിന് ഇതിന്മേൽ യാതൊരു അവകാശവുമില്ല. ദൈവത്തിന് നന്ദി പറഞ്ഞ് ധൈര്യമായി കഴിക്കുക എന്ന് അദ്ദേഹം ആഹ്വാനം നൽകുന്നു. ഈ വാക്യത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളും പ്രായോഗിക കർത്തവ്യങ്ങളും ഇവയൊക്കെയാണ്. 1. ലോകത്തിലെ എല്ലാ നന്മകളുടെയും ആഹാരത്തിന്റെയും ഉറവിടം ദൈവമാണ്. സൃഷ്ടാവ് ഒരുവൻ മാത്രമാണ്. 2. അന്യശക്തികൾക്ക് നമ്മുടെ ആഹാരത്തിന്മേലോ ജീവിതത്തിന്മേലോ ദൈവാനുമതിയില്ലാതെ യാതൊരു സ്വാധീനവും ചെലുത്താൻ കഴിയുകയില്ല. ആയതിനാൽ അന്ധവിശ്വാസങ്ങളെ ഭയപ്പെടരുത്. 3. സകലതും ദൈവത്തിന്റെ ദാനമാണ് എന്ന ബോധ്യത്തോടെ അതിനെ ദൈവമഹത്വത്തിനായി ഉപയോഗിക്കുക. നന്ദിയുള്ളൊരു ജീവിതം നമ്മളിൽ ഉണ്ടാകട്ടെ. ചുരുക്കത്തിൽ, ലോകവും അതിലുള്ള സകല പൂർണ്ണതയും കർത്താവിൻ്റെതാണ്. അനാവശ്യമായ മനസാക്ഷി ഭാരങ്ങൾ മാറ്റിവെച്ച് ദൈവിക ദാനങ്ങളെ നന്ദിയോടെ സന്തോഷപൂർവ്വം നമുക്ക് അനുഭവിക്കാം. ഇന്ന് പകലിൽ ഈ വചനത്താൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.